ചാകോചേട്ടൻ ഭയങ്കര സംഭാവനക്കാരനാണ്. ഞങ്ങൾ ആദ്യം വരെ സംഭാവന പിരിക്കാൻ ഇറങ്ങുമ്പോൾ ഇവിടെയാണ്. കാരണം ഇവിടുന്ന് തുടങ്ങിയ ഐശ്വര്യമാണ്. അതായത് സാധാരണ വീട്ടിൽ 1000-500 കിട്ടുമ്പോൾ ഇവിടെ വരുമ്പോൾ 10-15 നാട്ടിലെ ഇടയ്ക്ക് അപൂർവമായിട്ട് വരണുള്ള വെച്ചെങ്കിലും പുള്ളി പലരും കാണാൻ പോലും വരലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളുള്ള ആളാണ്. ചാകോചേട്ടന് ആദ്യമൊക്കെ പരാതിയായിരുന്നു ഇവൻ്റെ സിനിമയെ പറ്റിയിട്ട്. ഇവൻ സിനിമയിലൊക്കെ പോയിട്ട് ഇവൻ ചെറുപ്പമല്ലേ, 10-20 വയസ്സ് 22 വയസ്സ്, ഇവൻ ഒരു 17-18 വയസ്സിൽ സിനിമ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കമലിൻ്റെ അയൽവാസിയായിരുന്നു പൊന്നാനിയിൽ. സംവിധായകൻ കമലുണ്ടല്ലോ, കമലിൻ്റെ അയൽവാസിയായിരുന്നു. അപ്പോൾ കമലിൻ്റെ അടുത്ത് ചെന്നിരിക്കില്ല പണി, അയാളുടെ ഷൂട്ടിംഗ് സൈറ്റിലൊക്കെ വെറുതെ ചെന്നിരിക്കുക. രാവിലെ പുലർച്ചെ ഞങ്ങൾ രണ്ടുപേരും പള്ളിക്ക് പോകണവരാ. 5:30-5:45 രണ്ടുപേരും നടന്നിട്ടാണ് അന്നൊക്കെ പോയിരുന്നത്. അമ്മ വെച്ച ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു പയ്യനവൻ. ഇപ്പോഴും ഇത്രയൊക്കെ പുറംനാടുകളിലൊക്കെ കറങ്ങി എല്ലായിടത്തും പോയാലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കണ മീൻകറി, മീൻ വറുത്തത്, ഇവിടെ വെക്കണ ചോറ്, കഞ്ഞി അടക്കം, ഉപ്പേരി അടക്കം അമ്മേരെ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല, ബാക്കിയുള്ളവരൊക്കെ ഹോട്ടലിൽ ബുക്ക് ചെയ്യാറ് ഇവിടെ വന്നാൽ. കാരണം എനിക്കിവിടെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല. സിൻസിയറായിട്ടുള്ള കാര്യം ഇഷ്ടംപോലെ ആളുകളായിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ചാകോചേട്ടനായിട്ടുള്ള ഇൻറ്റിമസി മറ്റുള്ള ആളുകളെ, ഞാനിപ്പോൾ സാമൂഹ്യ പ്രവർത്തകനാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചാകോചേട്ടനായിട്ടുള്ള ഇൻറ്റിമസി ഒരിക്കലും കിട്ടില്ല. തൃശ്ശൂർ മുണ്ടൂരിലെ ഷൈൻ ടോം ചാക്കോയുടെ വീടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഷൈൻ ടോം ചാക്കോയും കുടുംബവും 11 വർഷമായി താമസിക്കുന്നത് ഈ വീട്ടിലാണ്. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് CP ചാക്കോ അന്തരിച്ച വിവരം വളരെ സങ്കടത്തോടു കൂടിയാണ് മുണ്ടൂർ പ്രദേശവാസികൾ അറിഞ്ഞത്. എല്ലാവരും തന്നെ വളരെ ദുഃഖത്തിലാണ്. അപ്പോൾ നമ്മളോടിപ്പോൾ പ്രതികരിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച്, എപ്പോഴാണ് അടക്കം ചെയ്യുന്നത്, എവിടെയാണ് ഫ്യൂണറലൊക്കെ നടക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സൈമൺ എന്ന അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ആത്മസുഹൃത്തും അയൽവാസിയായിട്ടുള്ള സൈമൺ ചേട്ടനാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ വഴിക്ക് ഞാൻ അവിടെ താമസാക്കി. അന്നോട്ട് ഞങ്ങൾ രാത്രി സംഭാഷണത്തിനിരിക്കും. എല്ലാ പണിയും കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാനിവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ പുള്ളി എൻ്റെ വീട്ടിൽ വന്നിരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വർത്താനം പറഞ്ഞ് പിരിയാറ് രാത്രി. ഒരു ദിവസം എങ്ങനെയാണ് ചാക്കോ ചേട്ടൻ തുടങ്ങുന്നത്? എപ്പോഴും പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്. രാവിലെ പുലർച്ചെ ഞങ്ങൾ രണ്ടുപേരും പള്ളിക്ക് പോകണവരാ. 5:30-5:45 രണ്ടുപേരും നടന്നിട്ടാണ് അന്നൊക്കെ പോയിരുന്നത്. പിന്നെ ചാക്കോ ചേട്ടൻ കാർ എടുക്കാൻ തുടങ്ങി. ഞാനപ്പോഴും നടന്നു തന്നെ പോകാറ്. ചിലപ്പോൾ പുള്ളിയുടെ കാറിൽ തന്നെ പോകാറുണ്ട്. കുർബാന കഴിഞ്ഞിട്ടുള്ള ബിസിനസ്സുകളല്ലോ. ഒരു 7 മണി 7:15 ഇവിടെ വന്നാൽ പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാളും 2 വഴിക്ക് പോകും. ഞാനിവിടെ യൂണിറ്റ് ഞങ്ങളുടെ സമുദായത്തിൻ്റെ പ്രസിഡൻ്റാണ്. പുള്ളി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നുമില്ല, എന്നാലും എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കാറുണ്ട്, ഒപ്പം എല്ലാ കാര്യത്തിലും. എപ്പോഴും ചാക്കോ ചേട്ടൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും? എവിടെയെങ്കിലും വീട്ടിലുണ്ടാവില്ല. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചാക്കോ ചേട്ടനാണ് ഓടി നടക്കാറ്. ഇവർ ആമ്പിളേർ രണ്ടാളെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വീട്ടുകാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് ചാക്കോ ചേട്ടൻ തന്നെയാണ്. തൃശ്ശൂർ പോലും കുന്നോളത്ത് പോലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരലും ബസാറിൽ പോലും ഒക്കെ ചാക്കോ ചേട്ടൻ തന്നെയാണ്. പിള്ളേർക്ക് 2 സ്കൂട്ടറും കാറൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സ്വഭാവമാണ്. ചാക്കോ ചേട്ടൻ തന്നെയാണ് എല്ലാ കാര്യവും മാനേജ് ചെയ്യാറ്. സിനിമയെ കാണുന്ന പോലെ നല്ല അച്ഛനും അമ്മയാണ് അവർക്ക്. ഇവിടെ വീട്ടിൽ വന്നാൽ വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കും അല്ലേ? വീട്ടിൽ വന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അവരുടെ വീട് തന്നെയാണ്. വേറെ ആരായിട്ടുള്ള ബന്ധങ്ങളൊന്നും അധികമില്ല. പക്ഷേ പരിപാടിയിലൊക്കെ പങ്കെടുക്കും, സഹകരിക്കും, വിളിച്ചോടത്തേക്കൊക്കെ പോകും, അത്രയേ ഉള്ളൂ. അധികം സമയം ഒരു വീട്ടിലുണ്ടാകും വന്നാൽ. പിന്നെ രാത്രിയാണ് അവരുടെ എഴുത്തും വായനയും ട്രയലുകളൊക്കെ. പകൽ വന്നാൽ ചിലപ്പോൾ കാണാനൊന്നും പറ്റില്ല, മുകളിൽ കിടന്നുറങ്ങും രണ്ടാളും. ഷൈനും അതെ, അനുജനും അതെ. ചാക്കോ ചേട്ടൻ മോൻ്റെ ഈ സിനിമാ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയായിരുന്നു. എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ചാക്കോ ചേട്ടന് ആദ്യമൊക്കെ പരാതിയായിരുന്നു ഇവൻ്റെ സിനിമയെ പറ്റിയിട്ട്. ഇവൻ സിനിമയിലൊക്കെ പോയിട്ട് ഇവൻ ചെറുപ്പമല്ലേ, 10-20 വയസ്സ് 22 വയസ്സ്, ഇവൻ ഒരു 17-18 വയസ്സിൽ സിനിമ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കമലിൻ്റെ അയൽവാസിയായിരുന്നു പൊന്നാനിയിൽ. സംവിധായകൻ കമലുണ്ടല്ലോ, കമലിൻ്റെ അയൽവാസിയായിരുന്നു. അപ്പോൾ കമലിൻ്റെ അടുത്ത് ചെന്നിരിക്കില്ല പണി, അയാളുടെ ഷൂട്ടിംഗ് സൈറ്റിലൊക്കെ വെറുതെ ചെന്നിരിക്കുക. കാശൊന്നും വേണ്ട, വെറുതെ ലൈറ്റ് ബോയിനൊക്കെ നോക്കുക, അല്ലെങ്കിൽ സഹായിക്കുക. ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരിക്കൽ കമൽ ചോദിക്കണം, എനിക്ക് എന്താ ഈ സിനിമയിലേക്ക് ഭ്രാന്തുണ്ടോ, എനിക്ക് പഠിക്കൊന്നും വേണ്ടെന്ന് ചോദിച്ചാൽ, ഇല്ലല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. അങ്ങനെ കമൽ ആദ്യം വിളിച്ചിട്ട് 1-2 ചെറിയ പടത്തിൽ സൈഡ് റോൾ കൊടുത്തു. എന്നിട്ട് ഒരു പടം നന്നായി ഓടി, ഗദ്ദാമ എന്ന് പറഞ്ഞിട്ടൊരു പടം. അതിൽ മരുഭൂമിയിലൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ട്, ചട പരത്തിയ മുട്ടിയൊക്കെ ആയിട്ട്. അത് അതിലവൻ പേരെടുത്തു. പിന്നെ ആണും പെണ്ണായിട്ട് അഭിനയിച്ചൊരു പടമുണ്ട്, ഇതിഹാസ. അതിൽ പെണ്ണിൻ്റെ ഭാഗം ആണിൻ്റെ വേഷം, പെണ്ണിൻ്റെ സ്വഭാവം കളിച്ചിട്ട് അതൊരു വല്ലാത്ത ഇതിഹാസമായിരുന്നു. ആ പടം നല്ല ക്ലിക്കായി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൊല്ലം തോറും വരെ ഹിറ്റ് പടങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. വിശ്വാസം, അതല്ലേ എല്ലാം, പിന്നെ ഇഷ്ക്, അങ്ങനെ നല്ല ഹിറ്റ് പടങ്ങളൊക്കെ വന്നു. പിന്നെ മുന്നോട്ട് പോയി. ആ കുറുപ്പ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി, നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ കഥ. അത് കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെ വലിയ പോസ്റ്ററുകളായിരുന്നു റൂട്ടിലൊക്കെ, വണ്ടം പോസ്റ്ററുകൾ. ഇവനാണ് അതിൽ സുകുമാരക്കുറുപ്പായിട്ട് മറ്റേ അഭിനയിക്കുന്നത്. ശരിക്ക് നല്ല വില്ലനായിരുന്നു.
അതിൽ പേരെടുത്തു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇവൻ മമ്മൂട്ടിയുടെ പിന്നാലെ കൂടി. മമ്മൂട്ടിയുടെ പിന്നാലെ കൂടിയാലും നല്ല മൈലേജ് കിട്ടി. ഭീഷ്മപർവം പിന്നെ ലൂസിഫറിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സൈഡായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാന്ന് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങി മമ്മൂട്ടിയുടെ. ഉണ്ടയിൽ ഫുൾ ടൈം മമ്മൂട്ടിയുടെ കൂടെ ഫുൾ ലെങ്ത്ത് പടത്തിൽ അവസാനം വരെ മമ്മൂട്ടി അതിൽ SI സർക്കിൾ കൊണ്ടാണ് തൊട്ട് അസിസ്റ്റൻറ്റ് മറ്റേ ഹെഡ് കോൺസ്റ്റബിളാണ് എന്തോ ആയിട്ട് നല്ല അഭിനയമായിരുന്നു. ഛത്തീസ്ഗഡ് കാടുകളിലാണ്, ഛത്തീസ്ഗഡിലെ കാടുകളിൽ വെടിവെപ്പും തീവ്രവാദികളെ പിടിക്കലൊക്കെയാണ്. അത് ഉഗ്രനായിട്ട് പ്രസൻറ്റ് ചെയ്തു അവൻ. പിന്നെ അതിനുശേഷം ഇവന് പിടിച്ചാൽ കിട്ടാത്ത വളർച്ചയാണ്. പിന്നെ തെലുങ്കിലേക്ക് കിടന്നു, മലയാളം പോരാന്ന് പറഞ്ഞിട്ട്. തെലുങ്കിൽ ഇവൻ കഴിഞ്ഞ വർഷം വരെ 5-8 പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല റേറ്റിംഗ് ആണ്. തെലുങ്കിൽ നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ ഹൈദരാബാദാണ്, കേരളത്തിലല്ല അധികം. ഹൈദരാബാദിലാണ് അധികം ഷൂട്ടിങ്ങിന് പോകാറ്. അങ്ങനെയൊക്കെ നല്ല വളർച്ചയുള്ളൊരു നടനായിരുന്നു, നല്ല സ്കോപ്പുള്ള നടനായിരുന്നു. അപ്പോൾ പിതാവ് ഇങ്ങനെ പറയോ സൈമൺ ചേട്ടനോടൊക്കെ അഭിനയത്തെക്കുറിച്ചൊക്കെ ആദ്യം പറഞ്ഞിരുന്ന പരാതി ഇവർ ഈ പ്രൊഡ്യൂസേഴ്സ് കാശ് കൊടുക്കുന്നില്ല സൈമേട്ട, അഭിനയമൊക്കെ അവർക്ക് വേണം, എപ്പോഴും പിടിച്ചുകൊണ്ട് പോകും, കാറ് ഫ്രീ ആയിട്ട് വരും, ഇവനെ കൂട്ടിക്കൊണ്ടുപോകും, അഭിനയം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കും, ഭക്ഷണം കൊടുക്കും, കാശ് മാത്രം കൊടുക്കില്ല. ഒരു 10,000 രൂപ കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ് ഒരാഴ്ചക്ക്? അങ്ങനെയൊക്കെ പരാതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ അവന് 25 lakhs 50 lakhs ഒക്കെയാണ് റേറ്റിംഗ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം 25 ലക്ഷമൊക്കെയാണ് അവർ പടത്തിന് വാങ്ങുന്നത്. അങ്ങനെ പൈസയൊക്കെ ആയി. ഇപ്പോൾ നല്ല നല്ല റേറ്റിങ്ങുള്ള നടനാണ് ഇപ്പോൾ. പിന്നെ മലയാള പടത്തിൽ വില്ലന്മാർ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ സ്ലോട്ടിലേക്ക് ഇവന് നല്ല ചാൻസ് കിട്ടി. വില്ലന്മാർ കുറഞ്ഞു മലയാളം പടത്തിൽ. അപ്പോൾ ഇവന് നല്ല ആക്സെപ്റ്റൻസ് വന്നു. അങ്ങനെ മോൻ്റെ അഭിനയമൊക്കെ ചാക്കോ ചേട്ടന് എപ്പോഴും പറയും, ഇവർ ഭയങ്കര അഹങ്കാരത്തോടുകൂടി തന്നെ പറയാറ്. അവൻ്റെ ഓരോ കാര്യം, അവൻ്റെ ഈ ഇൻ്റർവ്യൂകൾ വലിയൊരു സംവാദം സൃഷ്ടിച്ചു. ഷൈൻ ടോം ചാക്കോൻ്റെ ഇൻ്റർവ്യൂകൾ വലിയ പ്രശ്നമായി. ആൾക്കാർ വിമർശിക്കാൻ തുടങ്ങി. ഇവൻ പെൺകുട്ടികളായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വായ തോന്നിയൊക്കെ വിളിച്ചു പറയുക, ചിലപ്പോൾ അവരെ ചീത്ത അറിയുക. ഇതൊക്കെ ഒരു സിനിമ പറഞ്ഞ് ചേർന്നതാണോ എന്നുള്ള വിമർശനങ്ങൾ തോന്നി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചിട്ട് ചാക്കോ ചേട്ടൻ സംസാരിക്കാറ്. എൻ്റെ മോൻ പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ഇവരെന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയണത്. അങ്ങനെ എപ്പോഴും മോൻ്റെ കൂടി നിൽക്കുന്ന ഒരാളാണ്. ഏത് ഇപ്പം ഷൈൻ ടോം ചാക്കോ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കൊക്കെയിൻ കേസിൽ പണ്ട് അറസ്റ്റിലായപ്പം പോലീസ് സ്റ്റേഷനിൽ താഴെ ഇരുന്നിട്ട് അച്ഛൻ കരയുന്ന ആ രംഗം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെ അതെ, ആ പുള്ളി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു മോനായിട്ട് എല്ലാ കാര്യത്തിലും. എപ്പോൾ നോക്കിയാലും മോനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാറ്. അവൻ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും ചാക്കോനോട് അത് പറഞ്ഞാൽ അതങ്ങനെയൊന്നുമില്ല, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല അത്. അവൻ്റെ സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അവനൊരു കുഴപ്പമില്ല, അവൻ നല്ല ഡീസൻറ്റ് പയ്യനാണ് കേട്ടോ. അവൻ എപ്പോഴും വാദിച്ചുകൊണ്ടേയിരിക്കും ഇവന് വേണ്ടിയിട്ട്. അവൻ ആ ഡ്രഗ്സ് കേസിൽ 10 കൊല്ലം മുമ്പ് പെട്ടുമല്ലോ, എറണാകുളത്ത് കടവന്തറ ഫ്ലാറ്റിൽ. അന്നൊക്കെ പറഞ്ഞു എൻ്റെ മോൻ വളരെ നിരപരാധിയാണ്, അവിടെ ഒന്ന് ചെന്ന് കിടന്നാണ് കുറച്ച് നേരം വിശ്രമിക്കാൻ. അതിൻ്റെ ഇടയിലാണ് ആരോ ഒറ്റ കൊടുത്തിട്ട് പോലീസുകാർ കയറ്റിയത്. പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടി പോലീസുകാരെ കയറ്റിയതാ. ഇവൻ അതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ടാണ് സൈമൺ ചേട്ടാന്ന് പറയും. അങ്ങനെ അടുത്തും കൂടി ഒരു പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് പിതാവ് ഭയങ്കര ദുഃഖത്തിലായിരുന്നു. അടുത്ത് ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത്, അവൻ ഇവിടെ ഹോട്ടലിൽ എറണാകുളത്ത് അവിടുന്ന് ചാടി ഓടി എന്നൊക്കെ പറഞ്ഞില്ലേ. സത്യത്തിൽ ഇവൻ ഇങ്ങനെ കേട്ടു, പോലീസുകാരാന്നല്ല ഇവൻ വിചാരിച്ചത്. ഇവനെ റൗഡികൾ തല്ലാൻ വന്നതെന്നാണ് ഇവൻ്റെ മനസ്സിൽ പോയത്. അങ്ങനെ അവരിൽ നിന്ന് ജീവൻ കിട്ടണമല്ലോ ആദ്യം, എന്നിട്ടല്ലേ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. പോലീസാണെങ്കിൽ ഞാൻ ഓടില്ല. അതാ എന്നോട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞത്. പോലീസാണെങ്കിൽ ഞാൻ ഓടില്ല കഴിയുമ്പോൾ എൻ്റെ പേരിലൊരു കേസുമില്ല. ഞാൻ വിചാരിച്ചു എന്നെ തല്ലാൻ റൗഡികൾ കൊണ്ടെന്ന് വാതിലുമ്പോൾ മുട്ടാന്ന് വിചാരിച്ചു. അത് പറഞ്ഞത് അത് കാരണം ഞാൻ പിന്നെ കൂടെ ജനലിൽ കൂടെയൊക്കെ ചാടിയത്. അത് സംഭവമായി. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് സൺഷൈഡിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി, ഷീറ്റിൻ്റെ മുകളിലേക്ക് ചാടി, സ്വിമ്മിംഗ് പൂളിൽ ചാടി. ഞാൻ എൻ്റെ തടി രക്ഷിക്കണ്ടേ, കാരണം വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫീലിംഗ്. അതിലൊരു കള്ളത്തരം ഇല്ല കേട്ടോ, ഒരു കേസും ഇല്ല എൻ്റെ പേരിൽ എന്ന് പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ എങ്ങനെയാണ് ചേട്ടനോടൊക്കെ എന്നോട് സംസാരിക്കാൻ നേരം കിട്ടാറില്ല. പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ തമ്മിൽ, വളരെ അപൂർവമായിട്ട്. അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല ആൾ. ഞാൻ അങ്ങനെ ഹായ് എന്ന് പറയും വഴി കൂടെ കണ്ടാൽ. എവിടേക്കാ സമയമുണ്ടാകുന്നൊക്കെ ചോദിക്കും, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് സംഭാഷണത്തിന് നേരമില്ല അവന്. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ വന്നിട്ട് വളരെ പ്രിയമായിരുന്നു, കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഈ ഡ്രഗ്സിനെ പറ്റി ഞാൻ ചോദിച്ചു, നീ സുഖടമൊക്കെ മാറ്റിയാ, കേസൊക്കെ പോയാ? ഒരു കേസുമില്ല തൈമേട, വെറുതെ പറയണതാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നോർമലല്ലേ, എൻ്റെ പിന്നെ സംസാരത്തിലുള്ള പ്രശ്നമുണ്ട്. ഇവർ പറഞ്ഞിട്ടുണ്ടാക്കിയതല്ലേ, പോലീസ് കേസുമില്ല. ഇപ്പോൾ പോലീസുകാരനോട് പോയിക്കൊള്ളാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു, വേറെ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല എൻ്റെ പേരിൽ എന്ന് പറഞ്ഞു. ചാക്കോ ചേട്ടൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? ഭാര്യയുടെ പേര് മരിയ കാർമൽ എന്നാണ്. അവർ ഇംഗ്ലീഷിൽ MA ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ് അവർ. എങ്ങനെ ആ അമ്മക്ക് ഇനി ഇത് തീരെ താങ്ങില്ല. കാരണം വെച്ചാൽ അമ്മ വെച്ച ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരു പയ്യനവൻ. ഇപ്പോഴും ഇത്രയൊക്കെ പുറം നാടുകളിലൊക്കെ കറങ്ങി എല്ലായിടത്തും പോയാലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കണ മീൻകറി, മീൻ വറുത്തത്, ഇവിടെ വെക്കണ ചോറ്, കഞ്ഞി അടക്കം, ഉപ്പേരി അടക്കം അമ്മയുടെ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല, ബാക്കിയുള്ളവരൊക്കെ ഹോട്ടലിൽ ബുക്ക് ചെയ്യാറ്. ഇവിടെ വന്നാൽ ക്യാൻറ്റീൻ ഇവരെ വിളിക്കും, സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ അവരെന്നൊക്കെ വിളിക്കും. ഇപ്പം കഴിക്കില്ല അവരുടെ ഭക്ഷണമൊന്നും. ഇപ്പം അമ്മയുടെ അടുത്ത് ചെന്ന് തട്ടിപ്പൊട്ടി നിന്ന് അടുക്കളയിൽ ചെന്ന് നേലൊക്കെ പ്ലേറ്റിലാക്കിയിട്ട് വരുന്നതാണ്. ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുവേ, അപ്പോൾ കാണുന്നതാണ്.
ഇനി വളരെ ഹോം അഡിക്റ്റഡ് എല്ലാ കാര്യം. സൈമൺ ചേട്ടനായാലും ഇനി ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ ഒരാൾ നഷ്ടപ്പെട്ടു. ഇവരിപ്പോൾ എപ്പോഴും ഇല്ലാച്ചെങ്കിലും ചാക്കോ ചേട്ടൻ പോയത് എനിക്ക് വലിയ മാനസിക പ്രശ്നം ഉണ്ടാകും. കാരണം എനിക്കിവിടെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല. സിൻസിയറായിട്ടുള്ള കാര്യം ഇഷ്ടംപോലെ ആളുകളായിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ചാക്കോ ചേട്ടൻ ആയിരുന്നു ചാക്കോ ചേട്ടനായിട്ടുള്ള ഇൻറ്റിമസി മറ്റുള്ള ആളുകളെ, ഞാനിപ്പോൾ സാമൂഹ്യ പ്രവർത്തകനാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചാക്കോ ചേട്ടനായിട്ടുള്ള ഇൻറ്റിമസി ഒരിക്കലും കിട്ടില്ല. ഒരു കളതരമില്ലാത്ത ആളാണ് അയാൾ. ഇത്രയും പണം സൗകര്യമൊക്കെ ഉണ്ടായാലും നമ്മളെ കാണുമ്പോൾ അതിനുള്ള ഹെഡ് വെയിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ഞാൻ വലിയ പ്രമാണി എന്നുള്ള ഭാവം ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ. അതുകൊണ്ടല്ല ഈ ചക്കയൊക്കെ എന്നോട് വെട്ടി ആൾക്കാർക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കട്ടോ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇനി ഞാൻ ഒരു വരുമ്പോൾ 2 ആഴ്ച 3 ആഴ്ചയോ അപ്പോഴേക്കും മഴക്കാലമാണ്, സൈമൻചാട്ടൻ ഓരോ ചക്ക ഇട്ടിട്ട് ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, വേണ്ടത് സൈമൻചാട്ടനും കൊണ്ടുപോകോ, നല്ല പ്ലാവാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് പോയത് കഴിഞ്ഞ ആഴ്ച. ഒക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ് നമ്മളതിനെ. അത്ര ഇൻറ്റിമസിയാണ് ആൾക്ക് എല്ലാ കാര്യവും. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഇടപെടും. ഞാൻ വിളിക്കും ഫോണിൽ. ചിലപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നമോ ഫ്യൂസിൻ്റെ പ്രശ്നമോ ചിലപ്പോൾ ഞാൻ തന്നെ മാനേജ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ജോക്കുട്ടൻ്റെ ഫീലിംഗ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവൻ എൻജിനീയറായിരുന്നു. അവൻ മദ്രാസിൽ ബാംഗ്ലൂരൊക്കെ 2 കൊല്ലം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ജോലി രാജിവെച്ചിട്ട് അവൻ ചേട്ടൻ്റെ പിന്നാലെ കൂടിയതാണ്. സിനിമയ്ക്ക് അസിസ്റ്റൻ്റായിട്ട് ചേട്ടൻ്റെ പിന്നാലെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എപ്പോഴും ഷൈൻടോമിൻ്റെ പിന്നാലെ. ശമ്പളം ഉണ്ടോ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം ഫ്രീ ആണ്, ശമ്പളം ഒന്നുമില്ല, ഒക്കെ ചേട്ടൻ്റെ ചിലവിൽ, ചേട്ടൻ്റെ റൂം, ചേട്ടൻ്റെ അടുത്ത റൂമിൽ താമസിക്കുന്നു. എല്ലാ കാര്യവും ചേട്ടൻ്റെ ഒരു നിഴൽ പോലെ എല്ലാ കാര്യവും. ചാക്കോ ചേട്ടൻ എൻ്റെ മാനേജറാണ് സിനിമയിൽ. ബുക്കിങ്ങൊക്കെ ചാക്കോ ചേട്ടനാണ് ചെയ്യുക. സിനിമയിൽ കോൾ ഷീറ്റ് പിടിക്കണത്, ഏത് പടത്തിൽ അഭിനയിക്കണം തീരുമാനിക്കുന്നത്, ഹൈദരാബാദിൽ പോകണോ ശ്രീനഗറിൽ പോകണോ ബോംബെയിൽ പോകണോ, ഇതൊക്കെ ചാക്കോ ചേട്ടനാണ് റൂട്ട് മാപ്പ്. അതിനനുസരിച്ച് ഈ ചെക്കൻ ചെറിയ കുട്ടികളെ പോലെ പോവുകയാണ് ചാക്കോ ചേട്ടന്. പിന്നെ പറഞ്ഞനുസരിച്ച് റൂട്ട് മാപ്പൊക്കെ ചാക്കോ ചേട്ടനാണ്. ആ നാളെ ബോംബെക്ക് പോകണമെന്ന് പറഞ്ഞാൽ റെഡി, ഒക്കെ ശരിയല്ലേ അപ്പച്ച? ആ ശരി പോവാം. അപ്പച്ചൻ പറയുന്നത് അപ്പച്ചൻ ഒരു നെടുന്തൂണായിരുന്നു. ഒരു കളിയില്ല. ചാക്കോ ചേട്ടനും മക്കളൊക്കെ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയിലധികമായിട്ടുണ്ട്. ഒരാഴ്ചയല്ല, ഒരു 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ വലിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് അവരുണ്ടായിരുന്നില്ല 1-ാം തീയതി. അതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് എന്തായാലും പോയിട്ടുണ്ട് അവർ. ഷൈൻ ചേട്ടനൊക്കെ പള്ളിയിലൊക്കെ പോവോ? ഷൈൻ ചേട്ടൻ പോകുമെന്ന് ചോദിച്ചാൽ ടൈമിംഗ് ഒന്നുമില്ല. ചിലപ്പോൾ കുർബാന പകുതിയാകുമ്പോൾ ഇറങ്ങിപ്പോരൊക്കെ ചെയ്യണതാണ്. അപ്പോഴേക്കും ഫോണിൽ കോൾ വരും. പള്ളി പോകാത്ത ആളല്ല, നിരീശ്വരവാദി എന്നല്ല. പക്ഷേ പോയാലും ചിലപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനൊന്നും നിൽക്കാറില്ല. കുർബാന കഴിയണവരെ പകുതിയിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് പലപ്പോഴും. കൈ നിറയെ സഹായം കൊടുക്കുന്ന ആളാണ്. അതെ അതെ, ചാക്കോ ചേട്ടൻ ഭയങ്കര സംഭാവനക്കാരനാണ്. ഞങ്ങൾ ആദ്യം വരെ സംഭാവന പിരിക്കാൻ ഇറങ്ങുമ്പോൾ ഇവിടെയാണ്. കാരണം ഇവിടുന്ന് തുടങ്ങിയ ഐശ്വര്യമാണ്. അതായത് സാധാരണ വീട്ടിൽ നിന്ന് 1000-500 കിട്ടുമ്പോൾ ഇവിടെ വരുമ്പോൾ 10-15 മൂപ്പര് എഴുതുക. സൈമൻചേട്ടാ എഴുതിക്കോ എത്രയാണെങ്കിലെന്ന് പറയും. അപ്പോൾ ഞങ്ങളൊരു 25 പറയും. അത് വേണ്ട, ഒരു 10 രൂപ കുറച്ചൊന്നും പറയും. അങ്ങനെയുള്ളൊരു അപ്രോച്ചാണ്. അല്ലാണ്ട് നിരാശപ്പെടുത്താറില്ല. സൈമൺ ചേട്ടനെ പോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ചാക്കോ ചേട്ടൻ. അവർക്കൊക്കെ തീരാത്തൊരു നഷ്ടം തന്നെ. തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു ലോകമാണ് പുള്ളിയുടെ. നാട്ടിലെ ഇടയ്ക്ക് അപൂർവമായിട്ട് വരണുള്ള വെച്ചെങ്കിലും പുള്ളി പലരും കാണാൻ പോലും വരലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളുള്ള ആളാണ്. ഇവിടെ വന്നിട്ട് 10-12-15 കൊല്ലമായി ഉണ്ടാവും. കാരണം അവിടെ 3-4 കൊല്ലം താമസിച്ചിട്ടുണ്ട്. കുറ്റേക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറം. അവിടെ നിന്നാണ് പിന്നെ ഇവിടെ പുതിയ വീട് പണിത് താമസാക്കിയത്. എന്നാലും ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഈ പള്ളി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളുള്ള ആളാണ്. സൈമൺ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു തീരാ നഷ്ടമാണ് മുണ്ടൂർ നിവാസികൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം അത്രത്തോളം ഷൈൻ ചേട്ടനും ചാക്കോ ചേട്ടനൊക്കെ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, പിതാവും മകനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അത്രത്തോളം വലുതായിരുന്നു. എങ്ങനെ ഇത് താങ്ങാൻ പറ്റും ഈ ഒരു കുടുംബത്തിന് എന്നുള്ളതാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. കാരണം ഒരു തീരാ നഷ്ടം തന്നെയാണ്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള കരുത്ത് ഇവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കൈ നിറയെ സഹായം ചെയ്യുന്ന ഒരാളായിരുന്നു ചാക്കോ ചേട്ടൻ എന്നാണ് ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാലും ഈ ഒരു വാർത്ത എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്.